ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാടാണ്. ഇന്ന് നമ്മൾ പോകുന്നത് പാലക്കാട് കൽപ്പാത്തിയിലേക്കാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നമ്മൾ നാട്ടിൽ വന്നിട്ട് ആദ്യത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ കൽപ്പാത്തിയിലെ കാഴ്ചകളിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഏകദേശം കൽപ്പാത്തിയോട് അടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഉദ്ദേശം 1 കിലോമീറ്റർ കൽപ്പാത്തിയിലേക്കുള്ളൂ. ഇവിടം തൊട്ടാണ് കൽപ്പാത്തി പൈതൃക ഗ്രാമം സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ മലയാളത്തിലെ കുറേ സിനിമകളിലൊക്കെ കണ്ട അഗ്രഹാരങ്ങളും ഇതൊക്കെ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ അഗ്രഹാരത്തിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നാളെ വിനായക ചതുർത്ഥി ആയതുകൊണ്ട് അതിൻ്റെ ആഘോഷങ്ങളൊക്കെ നമ്മളിവിടെ കയറുന്ന വഴിക്ക് കുറേ സ്ഥലങ്ങളിൽ കണ്ടു. അതിൻ്റെ കുറേ പരിപാടികളൊക്കെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇവർ. ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് കറക്റ്റായിട്ട് എനിക്കും അറിയില്ല. ഈ വഴി നേരെ പോയാലാണ് അഗ്രഹാരത്തിലേക്ക് എത്തുക. ശരിക്കും ഇവിടുന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ആ മെയിൻ റോഡിൽ നിന്ന് കയറുന്ന ഭാഗത്ത് തൊട്ട് ഇവിടുത്തെ പൈതൃക ഗ്രാമം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ ഇങ്ങനെ ഒരു അമ്പലമുണ്ട്. നമ്മൾ ഇത് തുടങ്ങുന്ന ഈ ഒരു ഭാഗത്ത് ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ റോഡിലൂടെയാണ് നമുക്കിനി മുന്നോട്ട് പോകേണ്ടത്. ഇതിലൂടെ പോയാലാണ് നമ്മൾ നേരെ പൈതൃക ഗ്രാമത്തിലേക്ക് എത്തുക. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഈ വഴി ഏകദേശം 1.5 കിലോമീറ്റർ ദൂരം പോയാലാണ് നമ്മൾ നേരെ കൽപ്പാത്തി പൈതൃക ഗ്രാമത്തിലേക്ക് എത്തുക. ഇതൊക്കെ ശരിക്ക് ആ പൈതൃക ഗ്രാമത്തിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ ഫിലിം ഷൂട്ടിംഗ് ഒന്നും നടക്കുന്നത് ഈ ഒരു ഭാഗത്തല്ല, കുറച്ചും കൂടി മുന്നോട്ട് പോയാലാണ്. അങ്ങനെയാണ് ഇവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഈ ഒരു ഭാഗമൊക്കെ ആ പഴയ ഒരു നമ്മൾ സിനിമയിലൊക്കെ കണ്ട ആ ഒരു രീതിയിൽ തന്നെയാണ് ഉള്ളത്. ഇവിടെ കുറേ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയ വീടുകളൊക്കെ വന്നിട്ടുണ്ട്. ചില സാധനങ്ങളൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ ഒരു പഴയൊരു അഗ്രഹാരം, അതായത് പഴയൊരു വീട് ഉണ്ടല്ലേ, അത് പൊളിഞ്ഞ് നാശമായിട്ട് കിടക്കുന്നുണ്ട്. അതിന് താഴേക്ക് ഇപ്പോൾ കുറേ വേസ്റ്റൊക്കെ കൂട്ടിയിട്ട് അതൊക്കെ ഇവരിവിടെ വാരിയും കൊണ്ടിരിക്കുകയാണ്. പഴയൊരു വീടാണ്. അതിൻ്റെ ചെറിയൊരു ഭാഗങ്ങളൊക്കെ ഇപ്പോൾ ഉള്ളൂ. നമ്മളിതിലൂടെ വന്നപ്പോൾ ഇവിടെ ഒരു വീടിന് മുമ്പിൽ നമ്മളിവിടെ ഒരു അഗ്രഹാരത്തിലൊരു അമ്മയെ പരിചയപ്പെട്ടു. സരസ്വതി അമ്മ എന്നാണ് പേര്. അപ്പോൾ ഇവരോട് നമുക്ക് ചോദിക്കാം ഇവിടുത്തെ എന്തൊക്കെ കാര്യങ്ങൾ. നമുക്ക് ഇവിടുത്തെ കൂടുതൽ അറിയില്ലല്ലോ. അപ്പം അമ്മ ഇവിടുന്ന് ഒത്തിരി ഉണ്ടോ ഈ അഗ്രഹാരത്തിലേക്ക്? അങ്ങോട്ട് ഒത്തിരി പോവാനുണ്ടോ? അതെ, ഇവിടുന്ന് ഇനി മുന്നോട്ട് കുറെ പോവാനുണ്ടോ? അതെ, 18 ഗ്രാമമുണ്ട്. 18 അഗ്രഹാരം. അതെ, കോവിലുണ്ട്. പെരുമാളാണ് ലക്ഷ്മി നാരായണ. ഈ നമ്മൾ ആദ്യം കണ്ട കോവില് ലക്ഷ്മി നാരായണ. 18 കോവിലുണ്ട് ഇവിടെ ടോട്ടല്. അതെ, 18 ഗ്രാമമുണ്ട്. 18 ഗ്രാമം. അത് എത്ര കോവിലുകളൊക്കെ ഉണ്ട്? എല്ലാ ഗ്രാമത്തിലും ഒരു കോവിലുണ്ടാവും. എല്ലാ ഗ്രാമത്തിലും കോവിലുണ്ടാവും. അതെ അല്ലേ. ഇങ്ങോട്ട് പോയാൽ ശിവന്റെ അമ്പലം, അതിന്റെ മേലെ ഏരിയയില് പിള്ളേരുടെ, പിന്നെ ആഞ്ജനേയർ ഒക്കെ നിറയുണ്ട്. ഓക്കെ. നവംബർ 14-ാം തീയതി ഇവിടെയൊക്കെ വലിയ ഫംഗ്ഷൻ ആയിരിക്കും. നവംബർ 14-ാം തീയതി എന്താന്ന് പ്രത്യേകത? ഒരു മാസം ഫുള്ളായിട്ട് വിശേഷമാണ്. തേര് അത് നവംബർ 14-ാണ് അല്ലേ? നവംബർ 14-ന് അവസാനിക്കുകയാണോ അതോ തുടങ്ങുകയാണോ? നവംബർ 1-ാം തീയതി തുടങ്ങും. നവംബർ 1-ാം തീയതി തുടങ്ങും. ഒരു മാസം മുഴുവനുണ്ടാവും. അതെ, ഇവിടൊക്കെ നോക്കാനേ പറ്റില്ല, ഒക്കെ കടകളായിരിക്കും. ഓക്കെ. ഇവിടുത്തെ വീടുകളൊക്കെ ഇങ്ങനെ പഴയ വീടുകളൊക്കെ നമുക്കൊന്ന് കയറി കാണാൻ പറ്റുമോ? പഴയ വീടൊക്കെ പോയി എല്ലാം പുതുതാക്കി കഴിഞ്ഞല്ലേ. അല്ല, പഴയ ഒരു അഗ്രഹാരത്തിന്റെ ആ ഒരു രീതിയിലുള്ള വീടുകളില്ലേ? അപ്പൊ ഇല്ല, എല്ലാം പുതുതാക്കി കഴിഞ്ഞു. അതെല്ലേ, അപ്പൊ ഫ്ലാറ്റ് ആക്കിയില്ലേ. അല്ല, ഇവിടെ ഇപ്പൊ എവിടെയാ ഈ നമ്മുടെ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തില്ലേ? ആ ഭാഗങ്ങളൊക്കെ എവിടെയാ? ഒക്കെ ഇവിടെ പുഴയിൽ നിന്നൊക്കെ എടുക്കും. ആ പുഴയുണ്ടല്ലോ അവിടെ, പുഴയെ കണ്ടില്ലേ? പുഴ ഞങ്ങൾ വരുന്ന വഴിക്കൊന്ന് കണ്ടു. ഇതിൽ പോയ ശിവന്റെ അമ്പലത്തിന്റെ അങ്ങോട്ട് പുഴയാണ്. അവിടെ പഴയ ഓക്കെ. പഴയ കുറെ സിനിമകൾ അതൊക്കെ ഈ ഭാഗത്ത് തന്നെയാണ് അല്ലേ?
ഓക്കെ ഓക്കെ ഓക്കെ. കല്യാണം കഴിഞ്ഞവരൊക്കെ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കും. സരസ്വതി അമ്മയൊക്കെ ഇവിടെ എത്ര വർഷമായിട്ട് താമസിക്കുന്നുണ്ട്? ഞാൻ നിറയെ വർഷമായി. അതെ, ജനിച്ചതൊക്കെ ഇവിടെ തന്നെയാണോ? ജനിച്ച ഇവിടെ തന്നെ. ജനിച്ച വളർന്നൊക്കെ ഇവിടെ തന്നെയാണ്? അതെ. എത്ര മക്കളുണ്ട് അമ്മക്ക്? എനിക്ക് 3 മക്കളുണ്ട്. 3 മക്കളാ? എന്താ ചെയ്യുന്നവരൊക്കെ? അവരൊക്കെ മദ്രാസ് ബാംഗ്ലൂരൊക്കെ ജോലി നോക്കുന്നുണ്ട്. അതെ. ഞാനിവിടെ തനിയായിരിക്കുന്നു. അതെ. അവരും മാമ പോയി കഴിഞ്ഞു. ഇപ്പൊ ആരുമില്ല. ഞാൻ തേരിന് വേണ്ടി ഇവിടെ വന്നിരിക്കണം. പിന്നെ കുട്ടികളുടെ അടുത്ത് പോകും. അപ്പൊ തേര് കഴിഞ്ഞാൽ പോവും. അപ്പൊ നവംബർ മാസം അവസാനം പോവും. അതെ ഓക്കെ ഓക്കെ. ഇതിപ്പോ പഴയ ഒരു രീതിയിലുള്ള വീടാണല്ലേ? അതെ. ഇതിപ്പോ എത്ര വർഷമായി വീട്? ഇത് 100 വർഷമായിട്ടുണ്ട്. അതെ. പഴയ ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉള്ളൂ. പിന്നെ കുറച്ച് അപ്പുറത്തൊക്കെ ഉണ്ട് ഇതുപോലുള്ള കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ ഇപ്പോൾ ഉള്ളത്. അതിലൊക്കെ കുറച്ച് പേര് താമസമൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഈ ഒരു വീട്ടിൽ സരസ്വതിമ മാത്രമേ ഉള്ളൂ. അവരെ മക്കളൊക്കെ ബാംഗ്ലൂരും അതുപോലെ മദ്രാസിലൊക്കെയാണ്. ഇവിടെ എല്ലാ വീടിന് മുമ്പിൽ ഇതുപോലെ ഇങ്ങനെ കോലം വരച്ചിട്ടുണ്ടാവും. അത് കൽപ്പാത്തിയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. നമ്മുടെ ഇവിടെയൊക്കെ തമിഴ് ഗ്രാമങ്ങളിലൊക്കെ ഉണ്ട്, എന്നാലും പാലക്കാട്ടിൽ ഇത് എടുത്ത് പറയേണ്ടതാണ്. നമുക്ക് എന്തായാലും സരസ്വതി അമ്മയുടെ ഈ വീടൊന്ന് നമുക്കൊന്ന് കയറി കാണാം. ഈ വീടിന് 100 വർഷത്തിനൊക്കെ മുകളിൽ പഴക്കമുള്ളൊരു വീടാണിത്. ഇതാണ് പഴയ അഗ്രഹാരങ്ങളിലെ വീടുകൾ അല്ലേ. ചെറിയൊരു എന്താ പറയുക, ഇതിന് കോലായി എന്നൊക്കെ പറയുന്ന ആ ഒരു ഇത് വളരെ ഇടുങ്ങിയ സ്പേസാണ്. നേരെ ഒരു ഇടനാഴി കടന്ന് നമ്മൾ നേരെ ഇങ്ങനെയാണ് വരുന്നത്. ഇത് പുറകിലേക്ക് നീളത്തിലാണ്. നമ്മൾ മുന്നിൽ നിന്ന് കാണുമ്പോൾ വളരെ ചെറിയൊരു സ്പേസാണ്, പക്ഷേ ഇതിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ ഇങ്ങനെ വലിയൊരു ഹാളാണ്. ഇവിടെ തന്നെയാണ് അമ്മ കിടത്തൊക്കെ അല്ലേ? ഓക്കെ ഓക്കെ. ഇവിടെ കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് പൂജാമുറിയൊക്കെ അല്ലേ? ഇവിടെ ഒരു പൂജാമുറിയുടെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്, ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ളത്. പിന്നെ ഇവിടെയാണ് അവർ അടുക്കള, പഴയ രീതിയിലുള്ള അടുക്കളയാണ്. നമ്മൾ മുന്നിൽ നിന്ന് കാണുമ്പോൾ ഈ വീട് വളരെ ചെറുതാണ്, പക്ഷെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല സ്പേസ് ഉള്ളൊരു കിണറുണ്ട്. അതെ. ഈ അഗ്രഹാരങ്ങൾക്കൊക്കെ ഇവിടെ വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് കിണർ. അതിപ്പോൾ നമുക്ക് സരസ്വതി അമ്മ തുറന്ന് കാണിച്ചു തരികയാണ്. ഇങ്ങനെയാണ് വരുന്നത് കിണറൊക്കെ, കണ്ടില്ലേ? ഇതിനിങ്ങനെ അവർ മറയൊക്കെ കൊടുത്തിട്ട്, മറ്റേ വീടിൻ്റെ ചുമരാണിത്, മറയൊക്കെ കൊടുത്ത് ഇങ്ങനെ വാതിലുകളൊക്കെ കൊടുത്ത്. പുറകുവശത്ത് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ റോഡിനോട് ചേർന്നുള്ളൊരു ഭാഗമാണ്. ഉണ്ടല്ലേ? പുഴ അല്ലേ? പക്ഷെ നമ്മൾ റോഡിൽ നിന്ന് കാണുമ്പോൾ റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ചെറിയൊരു ഭാഗമായിട്ട് തോന്നും അല്ലേ? പക്ഷെ ഉള്ളിലേക്ക് വരുമ്പോൾ ഓക്കെ ഓക്കെ ഓക്കെ. ഇതിന്റെ മുകളിലേക്കും ഉണ്ടോ? മുകളിലുണ്ട് അല്ലേ? ഒന്നും ഇതില്ല അല്ലേ? മുകളിലല്ലേ? ഓക്കെ. ഇപ്പോൾ ഒരു മുകളിൽ അത് താമസമില്ലാത്തതുകൊണ്ട് അവിടെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് മുകളിൽ കയറേണ്ട കാര്യമില്ലല്ലോ. കണ്ടില്ലേ? ഇവിടെ മുകളിലേക്ക് കയറാനുള്ള ഏണിപ്പടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഒക്കെ പഴയ രീതിയിലുള്ളതാണ്. ഇവിടെ അങ്ങനെ ഒരു വാതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ സരസ്വതി അമ്മയുടെ വീടിൽ നിന്ന് ഇറങ്ങി. ഇവിടെ മൊത്തം 18 ഗ്രാമങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. ഈ 18 ഗ്രാമങ്ങളിലും 18 കോവിലുകൾ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതിലിപ്പോൾ പഴയ ബിൽഡിങ്ങുകൾ കുറേ പൊളിച്ചൊക്കെ കളഞ്ഞു. അഗ്രഹാരത്തിൻ്റെ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ഒരു അമ്പലമുണ്ട്. ഇതൊരു ശിവൻ്റെ അമ്പലമാണ്. ഇവിടെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എത്തുമ്പോൾ ഇവിടെ കുറേ ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളൊക്കെ വെക്കുന്ന കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ വിനായക ചതുർത്ഥി ആയതുകൊണ്ട് ഗണേശ വിഗ്രഹങ്ങളുടെ വലിയൊരു കളക്ഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ. അങ്ങനത്തെ ഷോപ്പുകളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഈ ഒരു ഭാഗത്തൊക്കെ. പിന്നെ നേരെ മുന്നിൽ അവിടെ ഇങ്ങനെ ഇവിടുത്തെ ഒരു രഥം ഇങ്ങനെ പൂട്ടി വെച്ചിട്ടുണ്ട്. അവിടെ അത് വെച്ചൊരു ഇത് വെച്ച് മറച്ചു വെച്ചിട്ടുണ്ട്. അവിടേക്ക് നമുക്ക് പോകാം. മുമ്പിൽ കാണുന്ന ആ ഒരു ഷെഡിൻ്റെ അകത്താണ് ഇവിടുത്തെ തേര്, അതായത് രഥമൊക്കെ എന്ന് പറയില്ലേ, കൽപ്പാത്തി തേര്, അത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അവർ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിനകത്താണുള്ളത്. എത്രത്തോളം വീഡിയോയിൽ കാണുന്നതെന്ന് അറിയുന്നില്ല. ഇതിനകത്താണത്. ഇത്രയും വലിയ സാധനമാണ്, കണ്ടില്ലേ?
വലിയ മരത്തിൻ്റെ ചക്രങ്ങളൊക്കെ കൊടുത്തിട്ട് അതിൽ പെയിൻറ്റിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുള്ളൊരു തേരാണ്. പക്ഷെ ഇതിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയുന്നില്ല, കാരണം ഈ പുറത്ത് ഇത് ഗ്ലാസ് അല്ല, വേറൊരു ഷീറ്റാണ്. അതുകൊണ്ട് ഉള്ളിലേക്കുള്ള കാഴ്ച അത്രത്തോളം കിട്ടുന്നില്ല. ഇവിടെയൊക്കെ ഉണ്ടല്ലോ അടുത്തടുത്തടുത്തടുത്ത് ഓരോ അമ്പലങ്ങളൊക്കെയാണ്. ഇനി നമ്മൾ മുന്നിലൂടെ കാണുന്ന ഈ ഒരു റോഡിലൂടെ നേരെ പോകുന്നതൊക്കെ ഈ കൽപ്പാത്തി പൈതൃക ഗ്രാമത്തിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ് ഇതൊക്കെ. പക്ഷേ ഈ ഭാഗത്തൊക്കെ കൂടുതലും പുതിയ ബിൽഡിങ്ങുകളാണ്. നമ്മളിപ്പോൾ നമ്മുടെ രഥമൊക്കെ കണ്ട് നമ്മൾ ഇറങ്ങി. പക്ഷേ ആ രഥം നമുക്ക് കറക്റ്റ് കിട്ടുന്നില്ല, കാരണം അതിൻ്റെ മുകളിലൊരു ഫൈബർ ഷീറ്റ് ഉള്ളതുകൊണ്ട് ആ രഥത്തിൻ്റെ കാഴ്ചകൾ നമുക്കത്ര ക്ലിയർ അല്ല. അത് നവംബർ 14-നാണ് ഇവിടുത്തെ രഥോത്സവം വരുന്നത്. അതിനോടനുബന്ധിച്ച് അത് എന്തായാലും ആ ഷെഡിൽ നിന്നൊക്കെ പുറത്തേക്ക് എടുക്കുക ആ സാധനം. പക്ഷെ ആ ഒരു സമയത്തൊക്കെ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും, നമുക്ക് ഷൂട്ടിങ്ങൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ കൽപ്പാത്തിയുടെ കുറേ കാഴ്ചകളിലേക്ക് പോവാം. നമ്മളിപ്പോൾ നേരെ പോകുന്നതൊക്കെ ഈ അഗ്രഹാരത്തിൻ്റെ ഈ ഭാഗങ്ങളിലേക്ക് തന്നെയാണ്. ഈ ഭാഗങ്ങളിലൊക്കെ പുതിയ പുതിയ ബിൽഡിങ്ങുകളാണ് കൂടുതലുള്ളത്. പക്ഷെ എന്നിരുന്നാലും പഴയ ഓർമ്മപ്പെടുത്തലുകൾ അതിൻ്റെ അവശേഷിപ്പായിട്ട് കുറേ ബിൽഡിങ്ങുകൾ എന്നാലും ഉണ്ട്. കൽപ്പാത്തി കറങ്ങാനാണെങ്കിൽ ഒരുപാടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ കൽപ്പാത്തി പുഴയുടെ തീരത്തേക്കാണ് പോകുന്നത്. ഈ റോഡിൻ്റെയൊക്കെ ലെഫ്റ്റ് പോയാലും റൈറ്റ് പോയാലും ഒക്കെ ഗ്രാമങ്ങൾ തന്നെയാണ്. അതിലിപ്പോൾ നമ്മൾ വന്ന ഭാഗത്തൊക്കെയാണ് പഴയ കുറേ സിനിമയുടെ ഇതൊക്കെ ഷൂട്ട് ചെയ്തതെന്നാണ് ഇവർ പറയുന്നത്. ഇത് കൽപ്പാത്തി ഗ്രാമത്തിൻ്റെ വേറൊരു ഭാഗമാണ്. ഇവിടെ കുറച്ചൊക്കെ പഴയ ബിൽഡിങ്ങുകളുണ്ട്. ഈ കാണുന്നതൊക്കെ പഴയ ഒരു അവശേഷിപ്പുകൾ എന്ന് വേണമെങ്കിൽ പറയാം. നേരെ ഏറ്റവും അറ്റത്ത് ഒരു അമ്പലമുണ്ട്. ഇവിടെ എല്ലാ ഗ്രാമങ്ങളിലും ഒരമ്പലം എന്തായാലും അത് നിർബന്ധമായിട്ടുണ്ട്. പക്ഷെ അമ്പലങ്ങളൊക്കെ പുതുക്കി പണിതിട്ടുണ്ട് കേട്ടോ. അമ്പലങ്ങളൊന്നും പഴയ രീതിയിലല്ല, ഒക്കെ പുതുക്കി പണിത അമ്പലങ്ങൾ തന്നെയാണ്. എല്ലാ റോഡുകളും റിംഗ് റോഡ് പോലെ കണക്റ്റഡുമാണ്. നമ്മളിതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ നിർമ്മിതികളൊക്കെ വരുന്നുണ്ട് ഈ ഭാഗത്ത്. നമ്മൾ കൽപ്പാത്തി പൈതൃക ഗ്രാമത്തിൻ്റെ ഒരു ഭാഗത്ത് വന്നപ്പോൾ നമുക്കിവിടെ ഒരു തിരുമേനിയെ നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ പേര് ബാലസുബ്രഹ്മണ്യം എന്നാണ്. അപ്പോൾ അദ്ദേഹം ഇവിടുത്തെ നമുക്ക് കുറച്ച് ഇവിടുത്തെ ചരിത്രവും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. തിരുമേനി എത്ര വർഷമായി ഇവിടെ? ഞങ്ങൾ 4ാമത്തെ തലമുറയാണ്. 4ാമത്തെ തലമുറയാണ് അല്ലേ? അച്ഛൻ്റെ അച്ഛൻ, അവരുടെ അച്ഛൻ, 4ാമത്തെ. അതായത് മുമ്പോളം തഞ്ചാവൂർ ആ ഭാഗത്തു നിന്ന് വന്നവരാണ്. അത് ശരി. ഓക്കെ. അപ്പോൾ അവിടെ തമിഴ് വംശജരാണ്, അവിടെ സ്വദേശം അല്ലേ? അപ്പോൾ അവിടുത്തെ തിരുമേനി മുൻഗാമികൾ അവിടെ ഉള്ളവരാണ് അല്ലേ? അവിടെ നിന്ന് വന്ന് അവരുടെ പരമ്പരയായിട്ട് ഞങ്ങൾ പഠിച്ചു വളർന്നൊക്കെ മലയാളം തന്നെ, ഇവിടെ തന്നെയാണ് അല്ലേ? അപ്പൊ തിരുമേനിന്റെ അച്ഛനപ്പൂപ്പന്മാരായിട്ട് വന്നവരാണ്. മുത്തച്ഛന്റെ അച്ഛൻ. ഓ അങ്ങനെ അവര് വന്നവരാണ് അല്ലേ? ഓക്കെ. ശരി. അപ്പൊ ഇവിടുള്ള ബ്രാഹ്മണന്മാർ ഇവരൊക്കെ അങ്ങനെ എല്ലാവരും അവിടെ തഞ്ചാവൂർ ഭാഗത്ത് തിരുവനന്തപുരം ആ സൈഡൊക്കെ പോകും. ഇവിടെ കുംഭകോണം വേറെ ഓരോ ദൂരമുണ്ട്. അതല്ലേ? ഓക്കെ. അപ്പോൾ തിരുമേനിയുടെ മക്കളൊക്കെ ഇവിടെ ഉണ്ടോ? ഇപ്പോൾ ഇവിടെ തന്നെയാണ് എല്ലാവരും? ഇവിടെ തന്നെ. വെളിയിലാണ്. അത് ശരി. പണ്ടൊക്കെ ഇവിടുന്ന് ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് പഠിച്ച് ആൾക്കാരെ ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ആർക്കും ഒന്നും അറിയില്ല. ഇല്ല. അന്ന് SSC പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ടും എല്ലാവരും അങ്ങനെ ബോംബെ, മദ്രാസ്, കൽക്കട്ട, ഓൾ ഓവർ ഇന്ത്യ ആൻഡ് എബ്രോഡ് കമ്പനി സെക്രട്ടറി ആയിട്ട് എല്ലാവരും അവിടെ തന്നെ. ചിലവർ ഏകദേശം 3/4 ആൾക്കാർ ബോംബെ സെറ്റിലാണ്. അവിടെയൊക്കെ തേരിന് മാത്രം അവരിങ്ങനെ വരും. എല്ലാവരും തേരിന് വരും അല്ലേ? തേര് കുറച്ച് വരും. നവംബർ 14 തേര്. അതെ, 7-ാം തീയതി കൊടി കയറും. ഒരു കഴിഞ്ഞ വർഷം 8-ാം തീയതി നവംബർ. അപ്പൊ 8, 9, 10, 11, 12, 13, 14, 15 അങ്ങനെ 9 ദിവസം ഉത്സവമാണ് അല്ലേ? ചിലപ്പോൾ 7-ാം തീയതി കൊടി കയറും. 13, 14, 15 അങ്ങനെയാണല്ലേ? അങ്ങനെ ഓരോ മാറി വരും. ഇതിന്റെ
അവസാനം കൊടിയേറ്റല്ല നമ്മൾ അവസാനത്തേക്ക് എത്തുമ്പോഴാണ് ആഘോഷങ്ങൾ കൂടുതൽ കൂടും. അതാ 13, 14, 15 തിരക്ക് കൂടും. ഭഗവാൻ സൈഡ് കൊടുത്ത് നിൽക്കാൻ 8-ാം തീയതി കൊടിയ രസം. എല്ലാ വർഷവും ഈ വർഷം 7-ാം തീയതിയാണ്, കഴിഞ്ഞ വർഷം 8-ാം തീയതി, അടുത്ത വർഷം 8-ാം തീയതി. ഓരോ ഋതു മാറി വരും. തുലാം 32-ന് 3-ാം തീയതിയായിരിക്കും. 3-ാം തീയതിയായിരിക്കും, അങ്ങനെയാണ് കണക്ക് വരുന്നത് അല്ലേ? അപ്പൊ ആ തേര് അവിടെ നമ്മളിപ്പോ കണ്ടു, അവിടെ ഒരു ഇതിന് അവിടെ പൂട്ടിയിട്ട് ആ തേര് എന്നാ അത് പുറത്തിറക്കുക അതായത് തുലാമാസം 1-ാം തീയതി ആയാൽ 1, 2, 3, 7-ാം തീയതി അങ്ങനെ അതിന്റെ പൊട്ടക്കയിലെ കവറൊക്കെ പിരിച്ചളയും. തേരൊക്കെ ഒന്ന് ശരി ശുദ്ധജലമൊക്കെ ചെയ്തിട്ട് വാഷ് ചെയ്തു. പിന്നെ അതിന് 7-ാം തീയതി കൊടിയേറ്റ് രാവിലെ ഭഗവാന് ഈ ക്ഷേത്രം ആ ക്ഷേത്രത്തിലെ ശിവകോവില്, നന്ദക്കര മഹാഗണപതി, ചാത്തപ്പുറം പ്രസന്ന വിഘ്നേശ്വരൻ, പഴയൽപ്പത്തി ലക്ഷ്മിനാരായണ, ഈ 4 ഗ്രാമമാണ്. 4 ഗ്രാമമുണ്ട്. പുതിയ കൽപ്പാത്തി രാജവീതി, ഇത് പുതിയ കൽപ്പാത്തിയാണ്. ഇത് വിശ്വനാഥ സ്വാമി കൺട്രോളർ ഇവിടെ. ഇവിടെ നമ്മൾ നേരെ കാണുന്ന. അപ്പൊ 7-ാം തീയതി രാവിലെ പുണ്യാഹ ജപം. അതിന് തലേ ദിവസം 6-ാം തീയതി അണ്ണാതെ വാസ്തുശാന്തി പറയും. ബലിയൊക്കെ ചെയ്ത് അത് എന്തിനാ അത് അപമൃത്യു മരണം സംഭവിക്കാതിരിക്കാൻ ഈ പരിപാടി മംഗളകരമായി നടന്നു പോകാൻ വേണ്ടിയാണ്. അത് ശരി, അങ്ങനെയുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്തിട്ടാണ്. അതാണ്. അപ്പൊ അതിന് വലിച്ചിട്ട് പോകും. എന്നിട്ട് അത് കഴിഞ്ഞാൽ അതിന് മടക്കി കൊണ്ടുപോയിട്ട് പുണ്യാഹം തെളിക്കും. രാത്രി പൂജയൊക്കെ ഉണ്ട്. അതിന് നടയായിട്ട് പിറ്റേ ദിവസം രാവിലെ ബിംബത്തിന് അഭിഷേകം, പൂർണ്ണാഭിഷേകം. അത് ശരി. ഭഗവാനെ അപ്പൊ കൊടിയേറ്റത്തിന് അന്ന് തന്നെ നമ്മൾ തേര് അവിടെ നിന്ന് പുറത്തെടുക്കുവോ? അന്നെടുക്കില്ല. തേര് അവിടെ 8-ാം തീയതി കൊടിയേറി വെച്ചോ. 8-ാം തീയതി വൈകുന്നേരം എഴുന്നള്ളത്തുണ്ടാവും എല്ലാ അമ്പലത്തിലും. ഭഗവാന് ഇവിടെ 18 ഗ്രാമങ്ങളിൽ അമ്പലത്തിൽ എഴുന്നള്ളത്തുണ്ടാവും. ഈ 4 ഗ്രാമത്തിൽ. 4 ഗ്രാമത്തിൽ ഈ ഗണപതി അമ്പലത്തില് രാത്രി ജപങ്ങളൊക്കെ ഉണ്ട്. ഭഗവാനെ അലങ്കരിച്ച് അത് പല്ലക്കൽ വരും. ഗോരഥത്തിൽ 4 ഗ്രാമം പോകും. വിശ്വനാഥ സ്വാമി അതുപോലെ തന്നെ, പഴയൽപ്പത്തി ലക്ഷ്മീനാരായണ സ്വാമി ടെമ്പിൾ അതുപോലെ തന്നെ, ചാത്തപ്പുറം മഹാഗണപതി. അങ്ങനെ 8, 9, 10, 11, 12-ാം തീയതി 5-ാം തീയതി പറയും ഗോരഥം. ചെറിയ തേര്, 5 തേര്. അതാണ് രഥോത്സവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം. ഇത് കാണാൻ വേണ്ടി ഇത് ശ്രദ്ധിക്കുക. ഇത് കാണാൻ വേണ്ടി ഇവിടുന്ന് ആൾക്കാർ പോയിട്ടുണ്ടാവില്ല. അതുപോലെ പാലക്കാട്ടില് അഗ്രഹാരങ്ങൾ, 18 അഗ്രഹാരങ്ങൾ ഈ സറൗണ്ടിങ്ങില്. അവിടുന്ന് ആൾക്കാരത് ഈ 5 തേര് കാർ നിൽക്കില്ലേ, അവിടെ സംഗമിക്കും. അവിടെയാണ് സംഗമിക്കുക. ഇവിടുന്ന് പോകാൻ ഒരു തേര് ഇവിടുന്ന് പോകും. അവിടുന്ന് ഗോരഥം കേട്ടോ, ചെറിയ പല്ലാക്ക് പറയില്ലേ, അതിന് രഥം പോലെ അലങ്കരിച്ചില്ല. ഇത് അവിടെ സംഗമിക്കും. 1 മണിക്കൂർ പാട്ടി കച്ചേരിയൊക്കെ ഉണ്ടാവും. ആ സ്ഥലത്ത് അതിന് ബലം വെച്ച ഭൂമിനെ പ്രദക്ഷിണം വെച്ച ബലമാണ് അതിന്റെ ശാസ്ത്രം പറയുന്നത്. അത് ശരി. ഇത് കാണാൻ വേണ്ടി ബോംബെയിൽ നിന്നും കൽക്കട്ടയിൽ നിന്നും വരുന്ന ആൾക്കാർ കാണാൻ പറ്റും. മുടന്തനക്ക് മോക്ഷം കൊടുത്ത ആൾ പറയും. നടന്നിട്ടുള്ള ഒരു സംഭവം ഏതോ കാലത്ത്. അങ്ങനെയാണ് ഐതിഹ്യം ഇങ്ങനെയാണ്. അപ്പോൾ ഭഗവാൻ നമ്മളൊക്കെ അടുത്തിന്റെ എവിടെ നിന്നൊക്കെ ആൾക്കാർ വരും. നല്ല തിരക്കുണ്ടാവും. രാത്രി 12 മണിയാവും. അത് ശരി. ഭഗവാൻ 11 മണി 1 മണിക്ക് ടോട്ടലായിട്ട് കഴിയുമ്പോൾ 3 മണിയാവും. ഈ 4 ഗ്രാമത്തിൽ പോയിട്ട് എങ്ങനെ വരും? ഓരോരുത്തരും ഈ 4 ഗ്രാമം വലം വെക്കും, ചുറ്റും വലം വെക്കും. ആ തേരിന് 3 പ്രാവശ്യം 4 പ്രാവശ്യം വലം വെച്ചാൽ നമ്മൾ ഈ ജന്മാന്തരത്തിൽ ചെയ്ത പാവങ്ങൾക്ക് പോകുന്നതാണ് ശാസ്ത്രം, വേദശാസ്ത്രം. അങ്ങനെയുണ്ട്. നൂറിന് പള്ളിപ്പുറം പല കുഴമ്പം നടന്ന ആൾക്കാർ വരും. പിന്നെ ഇവിടെ നമ്മുടെ ആൾക്കാരൊക്കെ പോയിട്ട് മദ്രാസ് കൽക്കട്ടയിലൊക്കെ ഉണ്ടാവും. അവരൊക്കെ ഇത് കാണാൻ വേണ്ടി എടുത്തിട്ട് രാവിലെ കൽപ്പാത്തി പോയി കുളിച്ചിട്ട് ഉണ്ടായി പോയിട്ട് അങ്ങനെ പ്രധാനമാണ്. 5-ാം തീയതി 5-ാം തീയതി നാൾ 5-ാം തീയതി വളരെ വിശേഷമാണ്. അത് ശരി. അന്നാണ് കാര്യപ്പെട്ട വിശേഷമായിട്ടുള്ള ദിവസം അല്ലേ? കൊടിയേറ്റം കഴിഞ്ഞ് 5-ാം ദിവസം. 7-ാം തീയതി കൊടിയേറി 7, 8, 9, 10, 11, 11-ാം തീയതി 5-ാം തീയതി. ഓക്കെ. അങ്ങനെ വരും. 8-ാം തീയതി കൊടിയേറ്റ് 12-ാം തീയതി 5-ാം തീയതി. ഓക്കെ. 7-ാം തീയതി കൊടിയേറുക. കഴിഞ്ഞ വർഷം 8-ാം തീയതി, അടുത്ത വർഷം 8-ാം തീയതി. ആദ്യം പറഞ്ഞു ഓരോ വർഷം മാറി വരും. തുലാം 32-ന് 3-ാം തീയതി ഉണ്ടാവും. തുലാം 32-ന് 3-ാം തീയതി അല്ലേ? അപ്പൊ ഈ നമ്മളിപ്പോ അവിടുന്ന് ആ രഥം അവിടുന്ന് പുറത്തെടുത്തു വെക്കുക. അത് എടുത്തിട്ട് എത്രാം തീയതി കൊടിയേറിയിട്ട് എത്രാമത്തെ ദിവസം അത് പുറത്തെടുക്കുക? ഇത് വന്നിട്ട് കൊടിയേറി കഴിഞ്ഞാൽ 7-ാം ദിവസം 13-ാം തീയതി 13-ാം തീയതി വിശ്വനാഥ സ്വാമിയുടെ തിരുതാവ് നിൽക്കില്ലേ, അത് അലങ്കരിച്ച് വരും. അതിങ്ങനെ വരും. രാവിലെ ഭഗവാനെ എഴുന്നള്ളിച്ചിട്ട് അതുവരെ വന്ന് നിൽക്കും. വൈകുന്നേരം ഇങ്ങനെ ഈ റോട്ടിൽ കൊടുത്ത് പോയിട്ട് അവിടെ പോയി നിന്നിട്ട് ഉടനെ റിട്ടയർഡാവും. ഇങ്ങനെ പോയിട്ട് അവിടെ ഇടത്തില് അച്ഛൻ പടിയില്ലേ, രാജാക്കന്മാരുടെ പഴയ ഇടം, അത് അവരുടെ കമ്മിറ്റിക്കാര് ആ വീട്ടിൽ പുറത്തു നിൽക്കും.
പിറ്റേ ദിവസം 14-ാം തീയതി 2-ാം തീയതി നന്ദക്കര മഹാഗണപതി ആ അതിങ്ങനെ വരും അലങ്കരിച്ചിട്ട് ഇങ്ങനെ പോയിട്ട് ഇവിടെ വന്ന് നിൽക്കും. അന്ന് സ്റ്റോപ്പ് ഈ എൻഡില് എൻഡില് ഒരു ദിവസം രാത്രി 3-ാം തീയതി 15-ാം തീയതി ചാത്തപ്പുരം ഗണപതി ദേവും പയ്യൽപ്പതി ലക്ഷ്മണ അത് രണ്ടും അവിടെ 3-ാം തീയതി. അത് 15-ാം തീയതി, അതാണ് അവസാനത്തെ. അപ്പോൾ അത് വൈകുന്നേരം എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ വരും. ശിവൻ തേര് അതിൻ്റെ സ്ഥാനത്ത് പോയിട്ട് ആ സംഗമയ്ക്കൊരു സാധനം കാണണം. ഇവിടുന്ന് വീഡിയോ എടുത്താൽ വളരെ അസാധ്യം. നിങ്ങൾ ക്രോസ് ചെയ്യുന്നു, ട്രെയിൻ ക്രോസ് ചെയ്യുന്ന പോലെ ഉണ്ടാവും. കൽപ്പാത്തി നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് കണ്ടു നിൽക്കാൻ പറ്റുന്നൊരു സ്ഥലമല്ല. കാര്യം മറ്റൊന്നുമല്ല, 18 ഗ്രാമങ്ങളുണ്ട് ഇവിടെ തന്നെ. നമ്മളിപ്പോൾ ആകെ ഇതിൻ്റെ ഈ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ വന്നിട്ടുള്ളൂ. പിന്നെ ഈ വന്നൊരു സമയം ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം ഇവിടുത്തെ ആളുകളൊന്നും കാണാൻ പറ്റിയിട്ടില്ല. നമ്മൾ കണ്ടത് ആ ബാലസുബ്രഹ്മണ്യം തിരുമേനി, അതുപോലെ സരസ്വതി അമ്മ, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ആളുകളൊക്കെയാണ് നമ്മൾ കണ്ടത്. അവർ ഇവിടുത്തെ കുറച്ച് ചരിത്രവും ഐതിഹ്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. കൽപ്പാത്തി ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ്. അതുപോലെ ഇവിടെ കലാരംഗത്തൊക്കെ ഉള്ള ഒരുപാട് പ്രഗത്ഭന്മാർ ജീവിച്ചിരുന്നൊരു സ്ഥലമാണ് കൽപ്പാത്തി. അവരൊന്നും ഇപ്പോൾ ഇന്നിവിടെ ഇല്ല, കുറേ പേര് മരിച്ചു പോയിട്ടുണ്ട്. പിന്നെ അവരുടെ തലമുറകളൊക്കെ ഇവിടെ നിന്നൊക്കെ അവർ വേറെ സ്ഥലങ്ങളിലേക്ക്, അതുപോലെ ചെന്നൈ, ബാംഗ്ലൂർ, അതുപോലെ വിദേശത്തൊക്കെ സെറ്റിലായിട്ടുള്ള ആളുകളാണിപ്പോൾ. അവരുടെ കുറേ പൂർവികന്മാരുടെ എന്താ പറയുക ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ കൽപ്പാത്തിയിലുള്ളൂ. ഇത്രയൊക്കെയാണ് കൽപ്പാത്തിയിലെ വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.